നമസ്കാരം. ഒറേറ്റർ അല്ലെങ്കിൽ പ്രഭാഷകൻ എന്ന നിലയിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഒരു സംഭവം തന്നെയാണ്. നമ്മുടെ ഒരു മുഖ്യമന്ത്രിക്കും ഇതിനു മുൻപ് വി ഡി സതീശനെ പോലെ വാക്ചാതുരിയോടെ സംസാരിക്കാനും ചോദ്യങ്ങൾക്ക് മുമ്പിൽ ചോദ്യകർത്താക്കളെ വട്ടം കറക്കുന്ന തരത്തിൽ പിടിച്ചു നിൽക്കാനും കഴിഞ്ഞിട്ടില്ല. ഉമ്മൻചാണ്ടിയൊക്കെ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ ഏത് ചോദ്യം ആര് ചോദിച്ചാലും ആദ്യം ഒന്ന് ബബ്ബ വയ്ക്കുമായിരുന്നു. അത് ഉത്തരം പറയാൻ ആലോചിക്കാൻ സമയമെടുക്കുന്നതാണ്. കുറച്ചുകൂടി കൗശലത്തോടെ സംസാരിച്ചിരുന്നത് കരുണാകരനായിരുന്നു. പിണറായി വിജയൻ ഒരു ചോദ്യവും ഇഷ്ടമായിരുന്നില്ല. പത്രസമ്മേളനം ഏകപക്ഷീയമാണ്. ഏതാണ്ട് 1 മണിക്കൂർ നീണ്ട പത്രസമ്മേളനത്തിൽ 55 മിനിറ്റും പിണറായിയുടെ ആർക്കും വേണ്ടാത്ത പ്രഭാഷണം. അതിനുശേഷം കമ്മികളായ മാധ്യമപ്രവർത്തകർക്ക് മാത്രം ചോദ്യം ചോദിക്കാം, ഉത്തരം പറയാം. ഇഷ്ടപ്പെടാത്ത ചോദ്യം ചോദിച്ചാൽ അപ്പോൾ തന്നെ പൊട്ടിത്തെറിക്കും. എന്നാൽ വി ഡി സതീശൻ അങ്ങനെയല്ല. പറയാനുള്ളത് വേഗത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കും. എന്നിട്ട് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അവസരമാണ്. അതുകൊണ്ട് തന്നെ വി ഡി സതീശന് പത്രസമ്മേളനം കണ്ടിരിക്കുക ഒരു സുഖമുള്ള കാര്യമാണ്. എല്ലാ ബുധനാഴ്ചയും വി ഡി സതീശൻ പത്രസമ്മേളനം നടത്തുന്നത് കാണാൻ ആളുകൾ ചാനലുകൾക്ക് മുമ്പിൽ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് വെറുതെയല്ല. അതുകൊണ്ടാണ് എല്ലാ ചാനലുകളും വി ഡി സതീശൻ്റെ പത്രസമ്മേളനം ലൈവായി കാണിക്കുന്നത്. പിണറായിക്ക് ഭാഗ്യം ലഭിച്ചത് കോവിഡ് കാലത്തും പ്രളയകാലത്തും മാത്രമായിരുന്നു. ഈ കാലയളവിൽ ജനങ്ങൾ ആശങ്കയിലാണ്. സംസ്ഥാനത്തെ വിവരങ്ങളൊക്കെ മുഖ്യമന്ത്രി പറയുന്നത് കേട്ട് ആശ്വസിക്കാൻ ജനങ്ങൾ ആകാംക്ഷയോടെ കാത്തിരുന്നു. എന്നാൽ വി ഡി സതീശൻ്റെ പത്രസമ്മേളനം അങ്ങനെയല്ല. ഒരാഴ്ച ഈ സമൂഹത്തിൽ ഉണ്ടാവുന്ന വിവാദങ്ങൾ, ആ വിവാദങ്ങളെക്കുറിച്ച് വി ഡി പ്രതികരിക്കുകയില്ല. ആദ്യമൊക്കെ അദ്ദേഹം ഒരു ദിവസം തന്നെ 8ഉം 10ഉം സ്ഥലത്ത് പത്രക്കാരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുമായിരുന്നു. പിന്നീട് അദ്ദേഹം കഴിയുന്നതും ഒഴിഞ്ഞു മാറി. എന്നിട്ട് ബുധനാഴ്ച മന്ത്രിസഭാ യോഗത്തിന് ശേഷം അല്ലെങ്കിൽ നിർണായകമായ വിഷയമുണ്ടാകുമ്പോൾ അന്നു മാത്രം എന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറ്റി. പക്ഷേ ഒരു പ്രത്യേകതയുണ്ട്. ഏത് ചോദ്യവും ആർക്കും ചോദിക്കാം. മുഖ്യമന്ത്രിക്ക് ഇഷ്ടമുണ്ടോ ഇല്ലയോ എന്നത് പ്രധാന ഘടകമല്ല. അതുകൊണ്ട് തന്നെ പത്രസമ്മേളനത്തിൽ പങ്കെടുക്കുന്ന മാധ്യമപ്രവർത്തകർ ആവേശത്തിലാണ്. അവർക്ക് കഴിഞ്ഞ 10 വർഷത്തിന് ശേഷം ആത്മാഭിമാനത്തോടെ ഒരു മുഖ്യമന്ത്രിയോട് ധീരമായി ചോദ്യങ്ങൾ ചോദിക്കാൻ അവസരം ലഭിക്കുന്നത് ഇപ്പോഴാണ്. ഇന്നലെ മന്ത്രിസഭാ യോഗത്തിന് ശേഷം മുഖ്യമന്ത്രി എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം നൽകി. തെറിക്കുത്തരം മുറിപ്പത്തൽ എന്ന നിലയിൽ ഓരോ ചോദ്യങ്ങളും കൃത്യതയോടെ വ്യക്തതയോടെ വി ഡി സതീശൻ വിശദീകരിച്ചപ്പോൾ ചോദ്യം ചോദിച്ചവർ ബ്ലാ 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 വയ്ക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. സാധാരണ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഉത്തരം പറയുന്നവരാണ് ബ്ലാ 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 വയ്ക്കുന്നത്. എന്നാൽ വി ഡി സതീശൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല. ഇന്നലത്തെ പത്രസമ്മേളനം നോക്കുക. ആദ്യം അദ്ദേഹം വിശദീകരിച്ചത് ഡാറ്റ ഡ്രിവൺ ഗവേണൻസിനെ കുറിച്ചാണ്. ഫയൽ തീർപ്പാക്കാൻ സമയമെടുക്കുന്നത്, പല വകുപ്പുകൾ തമ്മിലുള്ള ഏകോപനം വൈകുന്നത് കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമുണ്ടാക്കുന്നു. അതിന് പരിഹാരം കണ്ടെത്തി. ഡാറ്റ ഡ്രിവൺ ഗവേണൻസ് ആയിരിക്കും മുഖ്യമന്ത്രിയുടെ ഓഫീസിലും ചീഫ് സെക്രട്ടറിയുടെ ഓഫീസിലും അതാത് വകുപ്പ് അധ്യക്ഷന്മാരുടെ ഓഫീസിലും ഒരേ സമയം ലൈവായി ഫയലുകളുടെ മൂവ്മെൻ്റ് അറിയാൻ കഴിയുന്ന തരത്തിൽ സുതാര്യമായ ഒരു ഫയൽ ഗവേണൻസ്. വളരെ വേഗത്തിൽ എല്ലാ വകുപ്പുകളെയും ഏകോപിപ്പിച്ചുകൊണ്ട് ഓരോ വകുപ്പുകളിലും നടക്കുന്ന കാര്യങ്ങൾ കൃത്യമായി അറിയാനുള്ള സംവിധാനം അതാത് വകുപ്പുകളിലും മുഖ്യമന്ത്രിയുടെ ഓഫീസിലും ചീഫ് സെക്രട്ടറിയുടെ ഓഫീസിലുമെല്ലാം ഓരോ ഫയലുകളുടെയും പൊസിഷൻ അറിയാവുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു പുതിയ സംവിധാനമാണ്, ഏകോപനമാണ് വിവിധ വർക്ക്. പ്രോജക്റ്റിൻ്റെ കാര്യത്തിലും ഈ ഏകോപനം ഉണ്ടാവും. പ്രോജക്റ്റ് മാപ്പിംഗ് ഉണ്ടാവും. എവിടെയെല്ലാം ഏതെല്ലാം വകുപ്പുകളുടെ കീഴിൽ സംസ്ഥാനത്തുടനീളം നടക്കുന്ന പ്രോജക്റ്റുകളുടെ മാപ്പിംഗ് എന്തായിരിക്കും പൊസിഷൻ എന്ന് കൃത്യമായി അറിയാനുള്ള ഒരു സംവിധാനം കൂടി ഏർപ്പെടുത്തും. സുന്ദരമായ പ്രഖ്യാപനത്തിന് കയ്യടിയോടെ സ്വീകരിക്കുകയല്ലാതെ ചോദ്യം ചോദിക്കാൻ മാധ്യമപ്രവർത്തകർക്കൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ പോയത് ഹൈസ്പീഡ് റെയിലിലേക്കാണ്. കഴിഞ്ഞ സർക്കാർ കാണിച്ച അബദ്ധം കാണിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഈ ശ്രീധരൻ കൊണ്ടുവന്നത് നല്ല പദ്ധതിയാണ്, എന്നാൽ കുറച്ചുകൂടി ശാസ്ത്രീയമാകണം. കേരളത്തിൻ്റെ സാമ്പത്തിക ശേഷി, ഭൂമിശാസ്ത്രവും പാരിസ്ഥിതികവുമായ പ്രതിസന്ധി, സാമൂഹ്യ പ്രത്യാഘാതങ്ങൾ ഇതൊക്കെ ഗൗരവത്തോടുകൂടി പഠിച്ച് മനസ്സിലാക്കി കഴിഞ്ഞ സർക്കാരിന് പറ്റിയ അബദ്ധം ആവർത്തിക്കില്ല എന്ന് ഉറപ്പാക്കിയിട്ട് നടപ്പിലാക്കുന്ന നടപടികളിലേക്ക് കടക്കൂ. അല്ലാതെ ഓടിച്ചാടി ഭൂമി ഏറ്റെടുക്കലും മറ്റുമായി മുമ്പോട്ട് പോവില്ല എന്ന് പറഞ്ഞ് അതേക്കുറിച്ചുള്ള സംശയങ്ങൾക്ക് വിരാമമിട്ടു. അതായത് ആദ്യഘട്ടത്തിലെ സ്ഥല പരിശോധനകൾ, ഭൂമി ഏറ്റെടുക്കൽ സംബന്ധിച്ച വിജ്ഞാപനങ്ങൾ അല്ലെങ്കിൽ ഭൂതല നിർമ്മാണവുമായി ബന്ധപ്പെട്ട യാതൊരു പ്രാരംഭ നടപടികളും ഇപ്പോൾ ആരംഭിക്കരുത് എന്നാണ് കമ്മിറ്റി ശുപാർശ ചെയ്തിരിക്കുന്നത്. കാരണം ഇതിൻ്റെ ഒരു കൃത്യമായ ഒരു എക്കണോമിക് മോഡൽ, ഇതിൽ എത്ര യാത്രക്കാർ യാത്ര ചെയ്യാനുള്ള സാധ്യതയുണ്ട്, പിന്നെ പാരിസ്ഥിതിക പഠനം, ഇതൊന്നും നടത്താതെ അതാണ് നമുക്ക് കേരളയിൽ പറ്റിയ ഒരു അപകടം ഇതിൻ്റെ അകത്ത് ആവർത്തിക്കരുത് എന്നാണ് ശുപാർശ. കാരണം ഇത് പാസഞ്ചേഴ്സ് മാത്രമാണ് പോകുന്നത്, ലോജിസ്റ്റിക്സ് മൂവ്മെൻ്റ് ഇല്ല. നമുക്ക് ലോജിസ്റ്റിക്സ് മൂവ്മെൻറ്റ് വേണം. നമ്മൾ കടലിൽ കൂടി ലോജിസ്റ്റിക്സ് മൂവ്മെൻറ്റ് ആലോചിക്കുന്നു,
റെയിലിൽ കൂടി കൊണ്ടുപോയാൽ തന്നെ നമ്മുടെ ഈ റോഡിലെ ജനസാന്ദ്രത, ഈ വാഹനങ്ങളുടെ സാന്ദ്രത നമുക്ക് കുറയ്ക്കാൻ പറ്റും. മാത്രമല്ല ഒരു നമുക്ക് ഇപ്പോൾ എടുക്കുന്ന കടം വലിയ തുക വരും, അതും കൃത്യമായി കണക്കാക്കിയിട്ടില്ല. വലിയ തുക വരുന്നത് നമ്മൾ ബാങ്ക് ലോണും മറ്റു കാര്യങ്ങളും മറ്റ് ബിസിനസ് മോഡലിലല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. ചെയ്തു കഴിഞ്ഞാൽ അത് തിരിച്ചടയ്ക്കാൻ വേണ്ടിയിട്ടുള്ള വരുമാനം പോലും ഇതിൻ്റെ അകത്തു നിന്ന് കിട്ടാത്തൊരു സാഹചര്യം വരും. യാത്രക്കാരുടെ എണ്ണം പോലും കൃത്യമായിട്ട് തിട്ടപ്പെടുത്തിയിട്ടില്ല. ഒരു അപൂർണമായ റിപ്പോർട്ടാണെന്നാണ് ഇടക്കാല സമിതിയുടെ ഇത്. സർക്കാർ ഇതിനെ സംബന്ധിച്ച് ഒന്നുകൂടി ആലോചിച്ച് ഇതിൻ്റെ ബദൽ മാർഗങ്ങളും മറ്റു കാര്യങ്ങളും ആലോചിക്കും. പിന്നെ ചോദ്യങ്ങളുടെ സമയമായിരുന്നു. സ്വാഭാവികമായും ഗവൺമെൻറ് പ്ലീഡർ നിയമനവുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളായിരുന്നു ഉയർന്നു വന്നത്. കൃത്യമായി പറഞ്ഞു, കോൺഗ്രസ് പാർട്ടിയുടെ ഒരു പോഷക സംഘടനയായ ഇന്ത്യൻ ലോയേഴ്സ് യൂണിയൻ നൽകിയ ലിസ്റ്റ്, ആ ലിസ്റ്റിൽ സർക്കാരിൻ്റെ താല്പര്യം കൂടി സംരക്ഷിച്ചുകൊണ്ട് ഏജോട് കൺസൾട്ട് ചെയ്തിട്ട് അംഗീകാരം കൊടുത്തു. അതിൽ പല രാഷ്ട്രീയക്കാർ കാണാം, പക്ഷെ അത് നടപടിക്രമങ്ങൾ പാലിച്ചാണ്. വളരെ വ്യക്തമായി വിശദീകരിച്ചു. അപ്പോൾ ഒരു ചോദ്യമാണ്, ലോ കോളേജിലെ KSU യൂണിറ്റുകാർ പരാതി പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന്. ഉഗ്രൻ മറുപടിയായിരുന്നു. അവരൊന്നും അല്ലല്ലോ ഇത് തീരുമാനിക്കുന്നത്. തിരുവനന്തപുരം ലോ കോളേജിലെ യൂണിറ്റ് കമ്മിറ്റിയാണോ ഗവൺമെൻറ് പ്ലീഡറെ തീരുമാനിക്കുന്നത്? നോ. അതൊക്കെ വെറുതെ അനാവശ്യമായിട്ട് നിങ്ങളിത് ഊതി വീർപ്പിച്ച് നിങ്ങൾ വലിയ വാർത്തയാക്കിയാണ്. തിരുവനന്തപുരം ലോ കോളേജിലെ KSU യൂണിറ്റ് കമ്മിറ്റി ഗവൺമെൻറ് പ്ലീഡറെ നിയമിക്കുന്നതിന് അവർക്കെന്താ കാര്യം? ഒരു കാര്യമില്ല അവർക്കൊന്നും. അവർക്കൊന്നും ഒരു കാര്യമില്ല. അതൊന്നും ആവശ്യം. നിങ്ങളാണിത് ഊതി വീർപ്പിക്കുന്നത്. ഗവൺമെൻറ് പ്ലീഡർ നിയമനത്തിൽ വിവാദം തീർന്നല്ലോ ഇതോടുകൂടി. നാളെ മുതലില്ലല്ലോ ഇത്. ഇനി വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം, വേറെ എന്തെങ്കിലും ചോദിക്കും. ആ മറുപടിയെ നമുക്കെങ്ങനെ കുറ്റം പറയാൻ കഴിയും? GPA തീരുമാനിക്കേണ്ടത് KSUയുടെ യൂണിറ്റ് കമ്മിറ്റിയാണോ? ഇതൊക്കെ നിങ്ങൾക്ക് വാർത്തയുണ്ടാക്കാനുള്ള നിങ്ങളുടെ ഗുലുമാലല്ലേ? ഈ വാർത്ത ഇന്നുകൊണ്ട് തീരും, നാളെ നിങ്ങൾ വേറെ പണിക്ക് പോകും എന്ന് പറഞ്ഞ് അവരുടെ വായടപ്പിച്ചു. എനിക്ക് ആദ്യമൊക്കെ ഭയങ്കര വിഷമം തോന്നി. ഇപ്പം ഞാൻ ആസ്വദിക്കുകയാണ് ഈ വാർത്തകൾ കണ്ടിട്ട്. ഇതുപോലത്തെ വാർത്തകൾ ചെയ്യാൻ പറ്റുമോ? നിങ്ങൾ പറ. ഞാനിപ്പോൾ അങ്ങോട്ടും ചോദ്യം ചോദിക്കാൻ പോവാം. ചെയ്യാൻ പറ്റുമോ? നടപടി എടുക്കാൻ പറ്റുമോ? ഗവൺമെൻറ് പ്ലീഡർ നിയമനവുമായി ബന്ധപ്പെട്ട് P. രാജീവിൻ്റെ വിമർശനത്തിന് മറുപടി പറയാതിരിക്കാൻ VD സതീശന് കഴിയുമായിരുന്നില്ല. സതീശൻ്റെ ശരീരഭാഷയെക്കുറിച്ചായിരുന്നു P. രാജീവിൻ്റെ ആരോപണം. P. രാജീവിൻ്റെ ഭാഷയെക്കുറിച്ച് കണക്കിന് കൊടുത്തു VD സതീശൻ. ഞാൻ P. രാജീവ് എൻ്റെ ബോഡി ലാംഗ്വേജിനെ കുറിച്ചൊരു ആരോപണം ഉന്നയിച്ചത് ഞാൻ ശ്രദ്ധിച്ചു. അദ്ദേഹം ഒരു ബുദ്ധിജീവിയാണ്, വലിയ പ്രഭാഷകനാണ്, ചിന്തകനാണ്, എഴുത്തുകാരനാണ്. ഞാൻ അതൊന്നുമല്ല. ഞാനൊരു സാധാരണ നാട്ടിൻപുറത്തുകാരനാണ്. തമാശ കേൾക്കുമ്പോൾ ചിരിക്കുകയും സങ്കടം വരുമ്പോൾ കരയുകയും ദേഷ്യപ്പെടുമ്പോൾ പൊട്ടിത്തെറിക്കുകയൊക്കെ ചെയ്യുന്നൊരു സാധാരണക്കാരനാണ്. എൻ്റെ ബോഡി ലാംഗ്വേജ് ചിലപ്പോൾ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട് കാണില്ല, കാരണം അദ്ദേഹത്തിൻ്റെ ശൈലി അല്ല എൻ്റെ ശൈലി. എന്നിട്ട് കൃത്യമായി കണക്ക് പറഞ്ഞ് ബോധിപ്പിച്ചിട്ടാണ് എല്ലാവരുടെയും വായടപ്പിച്ചത്. പിന്നെ അദ്ദേഹം പറഞ്ഞ കാര്യം, അതായത് ഗവൺമെൻറ് പ്ലീഡർമാരുടെ എണ്ണം കൂട്ടിയെന്നാണ്. 17/7/2017 ഒന്നാം പിണറായി സർക്കാർ 5 സ്പെഷ്യൽ GPമാരെയും 5 GPമാരെയും നിയമിച്ചു. അന്ന് AK ബാലനാണ് നിയമമന്ത്രി, കൂടുതലായി നിയമിച്ചു. ഇനി ഈ ആക്ഷേപം ഉന്നയിച്ച ഈ മന്ത്രി നിയമമന്ത്രിയായിട്ടിരിക്കുമ്പോൾ 3 സ്പെഷ്യൽ GPമാരെയും 3 GPമാരെയും നിയമിച്ചു. 6 പേരെ. അപ്പോൾ എത്ര പേരായി? 5ഉം 5ഉം 10ഉം 6ഉം 16 പേരെ പിണറായി വിജയൻ്റെ കാലത്ത് നിയമിച്ചിട്ടുണ്ട്. ഈ ആരോപണം ഉന്നയിച്ച ഇതേ നിയമമന്ത്രി നിലവിലുള്ള GPമാരുടെ എണ്ണം കഴിഞ്ഞ വർഷം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. എന്നിട്ട് ഒരു കൊല്ലം കഴിയുന്നതിന് മുമ്പ് പുതിയ ഗവൺമെൻറ് GPമാരുടെ എണ്ണം വർദ്ധിപ്പിച്ചതിനെക്കുറിച്ച് പരിഹസിക്കുന്നവരെക്കുറിച്ച് ഞാൻ എന്തു പറയും? ദുരിതാശ്വാസ നിധിയെക്കുറിച്ച് ചോദിച്ചപ്പോൾ സിഗരറ്റ് കുറ്റിയിൽ ആരെങ്കിലും എഴുതി കൊടുത്താൽ ചെയ്യുന്നത് പോലല്ല, കൃത്യവും സുതാര്യവുമാണ് എന്ന് പറഞ്ഞ് ആ സംശയവും ദൂരീകരിച്ചു. നേരത്തെ നിലവിലുള്ള ഒരു ഫോമിൽ വില്ലേജ് ഓഫീസർ സൈൻ ചെയ്ത്, ചികിത്സിക്കുന്ന ഡോക്ടർ സൈൻ ചെയ്ത്, പ്രോപ്പറായിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് വന്നാൽ ചിലപ്പോൾ ചെയ്യേണ്ടി വരും. ചിലത് എല്ലാം ഓൺലൈനിലായിരുന്നു. ചില കേസ് അർജൻറ്റായിട്ട് ചെയ്യേണ്ടി വരും. ഓൺലൈനിൽ ഒരു അപേക്ഷ കൊടുത്താൽ ചിലപ്പോൾ 1 കൊല്ലമൊക്കെ പിടിക്കും കിട്ടാൻ വേണ്ടിയിട്ട്. ചില കേസ് അർജൻറ്റായിട്ടുള്ള സർജറി നടത്തേണ്ട കേസ്, ട്രാൻസ്പ്ലാന്റ് നടത്തേണ്ട കേസ്, അങ്ങനെയാണ്. പേപ്പറിൽ പണ്ട് ഏതോ സർക്കാരിലൊരു മന്ത്രി സിഗരറ്റിൻ്റെ കൂടുതൽ എഴുതി കൊടുത്ത പോലെ ഒന്നും ഞാൻ ചെയ്യില്ല. MR അജിത് കുമാറിനെ കുറിച്ചായിരുന്നു അടുത്ത ചോദ്യം. അജിത് കുമാറിനെ രക്ഷിക്കുകയാണ് എന്ന് മാധ്യമങ്ങളാണ് നിലവിളിക്കുന്നത്. കൃത്യമായി ആഭ്യന്തരമന്ത്രി മറുപടി പറഞ്ഞിട്ടുണ്ട്. DGPയുടെ മുമ്പിലിരിക്കുന്ന റിപ്പോർട്ട് ഞങ്ങൾക്കെങ്ങനെ ഉത്തരം പറയാൻ കഴിയും? നിങ്ങൾ ധൃതി വെച്ചിട്ട് കാര്യമില്ല. നിങ്ങൾ വാർത്തയ്ക്ക് വേണ്ടി ധൃതി വെച്ചോളൂ, നിങ്ങളുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ബഹളം വെച്ചോളൂ, നടപടിക്രമങ്ങൾ പാലിച്ചു മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് DGPയുടെ പുറത്തേക്ക് ഉത്തരവാദിത്തം വെച്ച് തലയൂരി. അല്ല, നിങ്ങൾ തന്നെ ഇത് കൊടുത്തുകൊണ്ടിരിക്കുകയല്ലേ?
SIT റിപ്പോർട്ടിനെ സംബന്ധിച്ച ഈ കാര്യം ഗവൺമെന്റിന്റെ മുമ്പിൽ എത്തിയിട്ടില്ലല്ലോ. DGPയുടെ മുമ്പിലല്ലേ എത്തിയിട്ടില്ല. DGPയുടെ മുമ്പിലിരിക്കുന്ന ഒരു കാര്യത്തിന് ആഭ്യന്തരമന്ത്രി എങ്ങനെ തീരുമാനം എടുക്കുന്നത്, മുഖ്യമന്ത്രി എങ്ങനെ തീരുമാനം എടുക്കുന്നത്? അവിടുന്ന് റിപ്പോർട്ട് വരണം. നിങ്ങൾക്ക് പല ആളുകൾക്കും പല ധൃതി ഉണ്ടാവും, പല കാരണങ്ങളുടെ പുറത്ത്. ഞങ്ങളുടെ മുമ്പിൽ SIT രൂപീകരിച്ച് SIT അവർ റിപ്പോർട്ട് ചെയ്യേണ്ടത് ഹോം മിനിസ്റ്റർക്ക് മുഖ്യമന്ത്രിക്കല്ല, അവർ DGPക്കാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്. DGP അത് പരിശോധിച്ച് അതിൻ്റെ പരിശോധന നടത്തി വേണ്ട കാര്യങ്ങൾ ആഭ്യന്തരമന്ത്രിയെയും മുഖ്യമന്ത്രിയെയും അറിയിക്കും. അപ്പോൾ നമ്മൾ നടപടിയെടുക്കും. ഇതൊക്കെ ഓരോ വാർത്തകളാണ്, ഓരോ ദിവസത്തെ രാവിലത്തെ ഉണ്ടാക്കുന്ന ഓരോ വാർത്തകളാണ്. എന്ത് പ്രസക്തിയാണ് ആ വാർത്തയ്ക്കുള്ളത്? UDF യോഗം ചേരാത്തതിനെക്കുറിച്ചും വിഴിഞ്ഞത്തെ നിക്ഷേപത്തെക്കുറിച്ചുമൊക്കെയുള്ള ചോദ്യത്തിന് തറുതല തന്നെയായിരുന്നു ഉത്തരം. ഒക്കെ സംഘടനാപരമായ തീരുമാനമല്ലേ. ആദ്യം നിങ്ങൾ അവരോട് പറഞ്ഞിട്ട് ആ പ്രതിപക്ഷ ഉപനേതാവിനെ തീരുമാനിക്കാൻ പറ. അതിൻ്റെ ഞങ്ങൾ KPC പ്രസിഡന്റിനെ തീരുമാനിക്കാം. അതൊന്നും ഞങ്ങൾ നോക്കിയിരിക്കുക ആരാ പ്രതിപക്ഷ ഉപനേതാവ് എന്ന്. അല്ലല്ല അത് ശരി. അല്ലല്ല അതുപോലെ എന്താ കുഴപ്പം? മന്ത്രിയായ എന്താ കുഴപ്പം? അല്ല അവിടെ ആവാം, അത് കുഴപ്പമില്ല. ഇടയ്ക്ക് ആ ചോദ്യം കൂടിയൊക്കെ ഒന്ന് ചോദിക്കേ. അത് ചോദിക്കൂലല്ലോ, ആകെ ചോദിക്കാമല്ലോ. ഹിന്ദു ഐക്യവേദി നേതാക്കളും BJP നേതാക്കളും കയറിയിറങ്ങി നടക്കുന്നു എന്നായിരുന്നു മറ്റൊരു ആരോപണം. മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് ആർക്കും വരാം, ഞാൻ എല്ലാവരുടെ മുഖ്യമന്ത്രിയാണ്, എല്ലാവരും വരുന്നുണ്ട്, സമസ്തക്കാരും വന്നു, ബിഷപ്പും വന്നു, BJP പ്രസിഡന്റും വന്നു, ശശികലയും വന്നു, ആർക്കും വരാം എന്ന് പറഞ്ഞ് അതിനും കൃത്യം മറുപടി നൽകി. അങ്ങനെ വിമർശനങ്ങൾക്കെല്ലാം കൃത്യമായ മറുപടി, കുനിഷ്ഠ ചോദ്യങ്ങൾക്ക് അതിനേക്കാൾ കുനിഷ്ഠ മറുപടി. ആരുടെയും മനസ്സിൽ സംശയങ്ങൾ ബാക്കി വയ്ക്കാതെ VD സതീശൻ അരങ്ങുവാഴുകയാണ്.